ഹായ് ഫ്രണ്ട്സ്, സബിന മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മാർച്ച് മാസം 13-ാം തീയതിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ OTT അപ്ഡേറ്റുകളാണ്. ഇന്ന് OTT റിലീസ് ചെയ്ത സിനിമകളും ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം OTT റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകളും സീരീസുകളും ഏതൊക്കെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഏകദേശം 22ഓളം റിലീസുകളാണ് ഇന്നും നാളെയായിട്ടുള്ളത്. ഏതൊക്കെ സിനിമകളും സീരീസുകളാണെന്ന് നോക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ ഏതൊക്കെ സിനിമകളും സീരീസുകളാണ് നോക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അതുകൂടാതെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാൻ ശ്രമിക്കുക. എങ്കിൽ ഇതുപോലുള്ള OTT അപ്ഡേറ്റുകളൊക്കെ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ രൂപത്തിൽ എത്തുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതൊക്കെ സിനിമകളും സീരീസുകളാണ് നോക്കാം. ഒന്നാമത്തെ സിനിമ എന്നുള്ളത് നമ്മുടെ മമ്മൂട്ടി, അതുപോലെ തന്നെ അഖില കിന്നേരി എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു ആക്ഷൻ സ്പൈ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയായിരുന്നു ഏജൻറ്റ് എന്ന് പറഞ്ഞ തെലുങ്ക് മൂവി. ഈ ഒരു സിനിമ സോണി ലീവ് വഴി മാർച്ച് മാസം 14-ന്, അതായത് നാളെ OTT റിലീസ് ചെയ്യുന്നുള്ള അപ്ഡേറ്റുകൾ പുറത്തു വന്നിരുന്നെങ്കിലും അവരൊരു ദിവസം മുമ്പേ തന്നെ, അതായത് സോണി ലീവ് സാറിന് അങ്ങനെ തന്നെയാണ്, ഒരു ദിവസം റിലീസ് പ്രഖ്യാപിച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം മുമ്പേ തന്നെ അവർ റിലീസ് ചെയ്യാറുണ്ട്. ഇന്ന് വൈകുന്നേരം 6 മണിക്ക് ഈ ഒരു സിനിമ സോണി ലീവിൽ റിലീസ് ചെയ്ത് കഴിഞ്ഞു. തെലുങ്ക്, തമിഴ്, മലയാളം, കന്നഡ ഭാഷകളിലായിട്ടാണ് ഈ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. ഈ സിനിമ കണ്ട് ഞാൻ റിവ്യൂ ഇതിനു മുമ്പേ തന്നെ തിയേറ്ററിൽ റിലീസ് ചെയ്ത സമയത്ത് എൻ്റെ ചാനൽ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിനോടകം തന്നെ സിനിമ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത സിനിമ എന്നുള്ളത് അജയ് ദേവ്ഗൻ ഒരു ക്യാമിയോ റോളിൽ വന്ന സിനിമയായിരുന്നു. ഹിന്ദി മൂവിയായിരുന്നു ആസാദ് എന്ന് പറഞ്ഞ സിനിമ. കേരളീയ ഈ ഒരു സിനിമ എന്നുള്ളത് വൻ ദുരന്തമായിരുന്നു. നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ഈ ഒരു ഡ്രാമ ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമ റിലീസ് ചെയ്യുന്നതാണ്. ഹിന്ദി ഭാഷയിൽ മാത്രമേ റിലീസ് ചെയ്യുന്ന അപ്ഡേറ്റ് ആണ് പുറത്തു വന്നിട്ടുള്ളത്. അടുത്ത അഭിഷേക് ബച്ചൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു ഡയറക്റ്റ് OTT റിലീസാണ് ഹിന്ദി ഭാഷയിൽ നിന്നും. ബി ഹാപ്പി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഒരു മ്യൂസിക് ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. ഹിന്ദി ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിൽ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം, അതായത് മാർച്ച് മാസം 14-ാം തീയതി സിനിമ റിലീസ് ചെയ്യുന്നതാണ്. അടുത്തത് ഒരു തമിഴ് മൂവിയാണ്. 2K ലവ് സ്റ്റോറി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. ടെൻഡുകോട്ട OTT പ്ലാറ്റ്ഫോം, അതുപോലെ ആഹാ തമിഴ്, ആമസോൺ പ്രൈം, ഈ 3 OTT പ്ലാറ്റ്ഫോം വഴിയാണ് ഈ സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്തൊരു തെലുങ്ക് മൂവിയാണ്. തെലുങ്ക് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. പരാക്രമം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആഹാ തെലുങ്കിലും ET വിനിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ഫാമിലി കോമഡി ആനിമേഷൻ വിഭാഗത്തിൽപ്പെടുന്ന ഇംഗ്ലീഷ് മൂവിയാണ്. റംബിൾ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ജിയോ ഹോട്ട്സ്റ്റാറിൽ ആമസോൺ പ്രൈമിലായിട്ടാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ഇംഗ്ലീഷ് സീരീസാണ്. ഒരു സയൻസ് ഫിക്ഷൻ ഫാൻറ്റസി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സീരീസാണ് ദ വീൽ ഓഫ് ടൈം എന്ന് പറഞ്ഞ സീരീസ്. ഈ ഒരു സീരീസിൻ്റെ 3ാമത്തെ സീസൺ ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിലാണ് ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി മൂവിയാണ്. തുമാരി സുലു എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ ഒരു സിനിമ ആമസോൺ പ്രൈമിൽ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അടുത്തൊരു ക്രൈം ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സീരീസാണ്. ഒരു ഇംഗ്ലീഷ് സീരീസാണ്. അഡോലസെൻസ് എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. 4 എപ്പിസോഡുകളാണ് ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളായിട്ട് ഈ ഒരു സീരീസ് നെറ്റ്ഫ്ലിക്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു തെലുങ്ക് ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ് മേഴ്സി കില്ലിംഗ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ബുക്ക് ബൈ ഷോസിൽ, അതുപോലെ തന്നെ ആഹാ തെലുങ്കിലായിട്ട് ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നതാണ്. അടുത്തൊരു ക്രൈം ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു തമിഴ് മൂവിയാണ്. സോ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആഹാ തമിഴ് വഴി ഇന്ന് രാത്രി ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നതാണ്. ഇന്ന് രാത്രി 12 ശേഷം ഈ സിനിമ റിലീസ് ചെയ്യുന്നതാണ്. അടുത്തൊരു സയൻസ് ഫിക്ഷൻ അഡ്വഞ്ചർ ഡ്രാമ വിഭാഗത്തിൽപ്പെടുത്തൊരു ഇംഗ്ലീഷ് മൂവിയാണ്. ദ ഇലക്ട്രിക് സ്റ്റേറ്റ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഭാഷ കൂടാതെ ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളിലെ നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ഈ സിനിമ റിലീസ് ചെയ്യുന്നതാണ്. അടുത്തൊരു ഹിന്ദി ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. വൻ വാസ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. C5-ലാണ് ഈ ഒരു സിനിമ മാർച്ച് മാസം 14-ാം തീയതി, അതായത് ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്ത മലയാളത്തിലുള്ളൊരു വലിയൊരു റിലീസാണ്. നമ്മുടെ ബേസിൽ ജോസഫ് പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയായിരുന്നു പൊന്മാൻ എന്ന് പറഞ്ഞ സിനിമ. ജിയോ ഹോട്ട്സ്റ്റാറാണ് ഈ സിനിമയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത്. മലയാള ഭാഷയിൽ ഈ ഒരു സിനിമ ജിയോ ഹോട്ട്സ്റ്റാർ വഴി ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യുന്നതാണ്. അടുത്തത് ഒരു ഫാമിലി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി മൂവിയാണ്. ആചാരി ബാ എന്നാണ് സിനിമയുടെ പേര്. ജിയോ ഹോട്ട്സ്റ്റാറിലാണ് ഈ ഒരു സിനിമ ഇന്ന് രാത്രി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്തൊരു ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ഡേർട്ടി ഏഞ്ചൽസ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് ലാൻഡ്സ്കേപ്പ് പ്ലേ OTT പ്ലാറ്റ്ഫോം വഴിയാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു തമിഴ് മൂവിയാണ്. ഡ്രാമ കോമഡി ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട തമിഴ് മൂവിയാണ്. റിംഗ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം സിംപ്ലി സൗത്ത് OTT പ്ലാറ്റ്ഫോം വഴിയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്തത് ഒരു കനേഡിയൻ സ്ലാഷർ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. ഇൻ എ വയലന്റ് നേച്ചർ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ്, തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു കൊറിയൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. 2010 റിലീസ് ചെയ്ത ബെഡ് വിൽഡ് എന്ന് പറഞ്ഞ സിനിമ ആമസോൺ പ്രൈമിൽ കൊറിയൻ, തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് അവൈലബിൾ ആണ് ഇപ്പോൾ മുതൽ.
അടുത്തത് ഒരു ക്രൈം ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു പേർഷ്യൻ മൂവിയാണ് ദ സീഡ് ഓഫ് ദ സേക്രഡ് ഫിഗ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. പേർഷ്യൻ ഭാഷ കൂടാതെ ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളായിട്ട് VODയിൽ, അതുപോലെ തന്നെ VOD പിന്നെ ഡിജിറ്റൽ റിലീസിൽ, അതുപോലെ തന്നെ ബുക്ക് മൈ ഷോസിലായിട്ട് 2 ഓപ്ഷനിൽ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം അവൈലബിൾ ആകുന്നതാണ്. അടുത്തത് ഒരു തമിഴ് ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ് കാതൽ 80 പോതുടമ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ടെൻഡുകോട്ട OTT പ്ലാറ്റ്ഫോം വഴിയാണ് ഈ സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം മാർച്ച് മാസം 14-ാം തീയതിയായിട്ട് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്ത സിനിമ എന്നുള്ളത് എല്ലാവരും കാത്തിരുന്ന ഒരു സിനിമയായിരുന്നു, ഒരു ജാതി ജാതകം എന്ന് പറയുന്ന സിനിമ. മനോരമാക്സ് 14-ാം തീയതി സിനിമ റിലീസ് ചെയ്യുന്നു, അതായത് മാർച്ച് മാസം 14-ാം തീയതി റിലീസ് ചെയ്യുന്നത് പ്രഖ്യാപിച്ചിരുന്നു. അതുകൂടാതെ പിന്നെ ആമസോൺ പ്രൈമിൽ, സിംപ്ലി സൗത്തിൽ, അതുപോലെ തന്നെ സൈന പ്ലേ, സൺ നെക്സ്റ്റ്, ഈ എല്ലാ OTT പ്ലാറ്റ്ഫോമുകളിലും 14-ാം തീയതി വരുമെന്ന് ഒഫീഷ്യലായിട്ട് പുറത്തു വന്നായിരുന്നു, അപ്ഡേറ്റുകൾ പുറത്തു വന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ മനോരമാക്സിൻ്റെ ഭാഗത്തു നിന്ന് ഒരു അപ്ഡേറ്റ് വന്നു. റിലീസ് ഡേറ്റ് പോസ്റ്റർ, അതായത് മാർച്ച് മാസം 14-ാം തീയതി റിലീസ് ചെയ്യുമെന്ന് പറഞ്ഞ് അവരുടെ പിന്നെ ഒരു പോസ്റ്റർ അവർ റിലീസ് ചെയ്തിരുന്നു. ആ പോസ്റ്റർ ഇപ്പോൾ പിൻവലിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അവർ പോസ്റ്റ്പോൺ ചെയ്തു എന്നാണ് അറിയാൻ കഴിയുന്നത്. മറ്റ് OTT പ്ലാറ്റ്ഫോമിലൊക്കെ, അതായത് ആമസോൺ പ്രൈം, സിംപ്ലി സൗത്ത്, സൈനാപ്ലേ OTT പ്ലാറ്റ്ഫോം, സൺ നെക്സ്റ്റ്, ഈ 4 OTT പ്ലാറ്റ്ഫോമിലായിട്ട് ഏതെങ്കിലും ഒരു OTT പ്ലാറ്റ്ഫോമിൽ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം മാർച്ച് മാസം 14-ാം തീയതി ഒരു ജാതി ജാതകം എന്ന് പറഞ്ഞ വിനീത് ശ്രീനിവാസൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമ റിലീസ് ചെയ്യുമോ എന്നുള്ളത് നമുക്ക് കാത്തിരിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും സിനിമകളും സീരീസുകളാണ് ഇന്ന് റിലീസ് ചെയ്തതും ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം നാളെ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതുമായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ ഏതൊക്കെ സിനിമകൾക്കാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്, ഇതൊക്കെ നിങ്ങൾ കണ്ടു, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെ എന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. അപ്പോൾ അത്രയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.